അപ്പോൾ ഗൈസ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടുപിട്ട് തന്നെ നമ്മളിന്ന് ഈ ബസഡിൻ്റെ V3.61 ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ബസഡിൻ്റെ ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബസഡിൻ്റെ ഫയൽ മിസ്സിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കും. നമ്മൾ ഡൗൺലോഡ് ചെയ്യാനിട്ടാലും അത് കറക്റ്റായിട്ട് ശരിയാവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണത്. അല്ലാണ്ട് വേറെ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്ത് അങ്ങനെയൊന്നും ഇതൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അത്രേ നിങ്ങളുടെ അടുത്ത് നിന്ന് ചോദിക്കണുള്ളൂ. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്, അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ചില ടച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. ഫുള്ള് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിത് ഒരു 5-6 മാസമായി സാധനം യൂസ് ചെയ്യണത്. നമ്മുടെ ഒരു V4 അപ്ഡേറ്റ് വന്നേ പിന്നെ തൊട്ട് ഞാൻ യൂസ് ചെയ്യണതാണ്. അത് വന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാനത് ഉപയോഗിക്കണതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനോർത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാം എന്നോർത്തിട്ടാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ആ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് ഫുള്ളും കാണുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോമിൽ ചെന്നിട്ട് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഓൾഡ് വെർഷൻ എന്നോട് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ ഒരു ബ്ലൂ കളറിലുള്ള ആ ഒരു വെബ്സൈറ്റ് എടുക്കുക. ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് വന്നേക്കണ ഇതുവരെ ഉണ്ട്. പിന്നെ V4 ആണ് നമുക്കിപ്പോൾ ഇതാക്കേണ്ടത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് V3.61 എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളത് എടുത്തതിന് ശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഡൗൺലോഡ് കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും. പിന്നെ ഡൗൺലോഡ് കൊടുത്ത് കഴിയുമ്പോൾ ഡൗൺലോഡ് ആവണത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. അപ്പോൾ മുകളിൽ ഡൗൺലോഡ് ആവണുണ്ട്. അപ്പം ഇനി അതൊന്ന് ഡൗൺലോഡായി സെറ്റായി വരട്ടെ. അതിന് മുമ്പ് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് അടിക്കും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അത് ഡൗൺലോഡ് ആയതിന് ശേഷം നിങ്ങൾ സെഡാർച്ചുവൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അവിടെ ഒരു മുകളിൽ തന്നെ നടക്കുന്നുണ്ടാവും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ 3.61 APK. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കും. പിന്നെ നമുക്കൊന്ന് സൈനിങ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഒന്ന് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ വല്ല പെർമിഷനും ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ആ പെർമിഷനൊന്ന് കൊടുത്തേക്ക്. ഞാൻ ഓൾറെഡി ആ ഒരു പെർമിഷനൊക്കെ കൊടുത്തിട്ടേക്കണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തിട്ടേക്കുക. പിന്നെ ഇപ്പോൾ തന്നെ കാണിക്കും ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നൈസായിട്ട് ഈ ഒരു സെഡാർച്ചുവൽ ആപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടെ നമ്മുടെ ബസ്സഡ് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ബസ്സഡ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് അവർ പെർമിഷൻസൊക്കെ ചോദിക്കും. അപ്പോൾ ആ പെർമിഷൻസൊക്കെ അലൗ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് പെർമിഷനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ സാധാരണ വിട്ട് നമ്മുടെ ബസ്സഡ് ഓപ്പൺ ആവുന്നതാണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോ ഡൗൺലോഡ് കൊടുക്കുക. അവിടെ നമ്മുടെ OBB കാണുന്നില്ല എന്നാണ് പറയണവർ. അപ്പോൾ ആ OBB ഒന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ KBRൻ്റെ ട്രാഫിക് മോഡ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഏത് വേണമെങ്കിലും ട്രാഫിക് മോഡൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ട്രാഫിക് മോഡൊന്നും ആഡ് ചെയ്ത് സമയം കളയാനുള്ള ട്രാഫിക് മോഡൊക്കെ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ടൈം കൂടും വീഡിയോയുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രാഫിക് മോഡൊന്നും ആഡ് ചെയ്യാനുള്ള ആ ഒരു ഈ ബസ്സിന് തന്നെ OBB തന്നെ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്കിനി എന്തായാലും ഡൗൺലോഡ് ആയതിന് ശേഷം കാണാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ലോഗിനും അങ്ങനെയൊക്കെ വരും. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ ലോബിയാണ് വന്നത്, മറ്റേ സാധാരണ ഗ്യാരേജാണ് വന്നത്. പിന്നെ എൻ്റെ നമ്മളിപ്പോൾ ബസ്സഡ് ഇപ്പോൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പൈസയൊക്കെ കിട്ടും. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ മാപ്പ് എല്ലാനും ഒരു കുഴപ്പവുമില്ല. എല്ലാ ആഡും എല്ലാ സംഭവങ്ങളും നമുക്ക് വേണ്ടി മോഡ് ആഡ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ കയറി കളിക്കാം. നമുക്ക് മൾട്ടിപ്ലെയർ വേണമെങ്കിൽ മൾട്ടിപ്ലെയർ കയറി കളിക്കാം. 40 രൂപ കൊടുത്ത് നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മൾട്ടിപ്ലെയറിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് മോഡ്, നമ്മുടെ ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ എല്ലാ സംഭവങ്ങളും നമുക്ക് പറ്റുന്നതാണ്. ഡ്രൈവേഴ്സ് ആയാലും എല്ലാ ഡ്രൈവർമാരും ഉണ്ട് ഇവിടെ. എല്ലാ ഡ്രൈവർമാരും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സാധാരണ ഒരു ബസ്സിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സെറ്റിങ്സിൻ്റെ അങ്ങോട്ട് വരികയാണെങ്കിൽ സെറ്റിങ്സും എല്ലാവരും ഓക്കെയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല.
ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോ ഇടണത്. നിങ്ങൾക്കിപ്പോൾ വല്ല കുഴപ്പങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. പിന്നെ നിങ്ങൾ മാക്സിമം പഴയ വെർഷൻ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. പഴയ വെർഷൻ ഞാൻ നോക്കിയിട്ട് അത് സപ്പോർട്ട് ആവണുണ്ടായില്ല. നമുക്കൊരു V3.61 അത് കഴിഞ്ഞിട്ടുള്ള 2 ഇത് മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണില്ല. പിന്നെ നിങ്ങളുടെ ഫോണിൽ സ്പേസ് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ZRT ഒരു ആപ്പിൽ ചെന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത APK ആണ് ഡിലീറ്റ് ചെയ്ത് കളയാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. APK ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം സാധാരണ പോലെ ലോഡ് ആവണൊക്കെ തന്നെയാണ്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മണിയൊക്കെ അടിച്ച് പൊളിച്ച് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.